നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശിയും നിലവിൽ പെരുമ്പിലാവ് ആനക്കല്ലിൽ താമസക്കാരനുമായ 29 വയസ്സുള്ള മുത്തുവാണ് പിടിയിലായത്. സ്വന്തം മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാൾ. തിങ്കളാഴ്ച തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും പ്രതി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെ പെരുമ്പിലാവിലെ വീടിന് സമീപത്ത് വെച്ചാണ് കുന്നംകുളം പോലീസ് ഇയാളെ വീണ്ടും പിടികൂടിയത്. ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറം ചീനിച്ചുവട് പടിഞ്ഞാറു ഭാഗത്ത് ഭീമൻ തിമിംഗലത്തെ ചത്ത നിലയിൽ കണ്ടെത്തി. ഏതാണ്ട് 25 അടിയോളം നീളമുള്ള തിമിംഗലമാണ് പൂർണ്ണമായും അഴുകിയ നിലയിൽ കരയ്ക്കടിഞ്ഞത്. പ്രദേശത്താകെ കടുത്ത ദുർഗന്ധം വമിക്കുന്നുണ്ട്. അടുത്തിടെയായി ഈ മേഖലയിൽ തിമിംഗലം ഉൾപ്പെടെയുള്ള കടൽ ജീവികൾ ചത്ത നിലയിൽ കരയ്ക്കടിയുന്നത് പതിവാകുന്നത് തീരദേശവാസികളിൽ ആശങ്ക ഉണർത്തുന്നുണ്ട്. വിവരമറിഞ്ഞ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ, വാർഡ് കൗൺസിലർ തനൂജ ഷാഫി, നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ സംഭവസ്ഥലത്തെത്തി. തിമിംഗലത്തിന്റെ ജഡം ഉടൻ തന്നെ തീരത്ത് സംസ്കരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നഗരസഭയും ആരോഗ്യവകുപ്പും. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ പ്രതിമാസ ഒത്തുചേരൽ ചൂണ്ടൽ പെൻഷൻ ഓഫീസിൽ നടന്നു. CGPA കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് PC ജോർജ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി PI സുബ്രഹ്മണ്യൻ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. O അജീഷ്, സത്യവിശ്വം, M സുമേഷ് എന്നിവർ CGPA കുന്നംകുളം ബ്രാഞ്ചിലെ പെൻഷൻകാർക്കും കുടുംബാംഗങ്ങൾക്കുമായി പ്രിവിലേജ് കാർഡ് വിതരണം ചെയ്തു. ആശുപത്രി വഴി നടപ്പിലാക്കി വരുന്ന ചികിത്സാ ആനുകൂല്യങ്ങളെപ്പറ്റി ബോധവൽക്കരണവും നടത്തി. വിധവാ ക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 100ഓളം വനിതകൾക്ക് കുടകൾ വിതരണം ചെയ്തു. വിധവാ ക്ഷേമ സംഘം സംസ്ഥാന രക്ഷാധികാരി MD രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് KPCC റിസർച്ച് ആൻഡ് പോളിസി കൺവീനർ KC സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, കുന്നംകുളം നഗരസഭ 19ാം വാർഡ് കൗൺസിലർ നന്ദിനി ബാബുരാജ് എന്നിവർ സംസാരിച്ചു. വിധവാ ക്ഷേമ സംഘം ജില്ലാ സെക്രട്ടറി ശോഭന കുന്നത്ത് സ്വാഗതവും വൈസ് പ്രസിഡന്റ് അൽഫോൺസ നന്ദിയും പറഞ്ഞു. മൈക്രോടെക് എഡ്യൂക്കേഷണൽ സർവീസസ്, എജുസ്മാർട്ട് അലുമിനി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടത്തി. ആറ്റുപുറം KG കരുണാകര മേനോൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷീബു ഉദ്ഘാടനം ചെയ്തു. സലിം മാരാത്ത് അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു മുഖ്യാതിഥിയായി. ചടങ്ങിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അംഗീകാരം നേടിയ അധ്യാപകൻ MS ഷബീർ, വിദ്യാഭ്യാസ രംഗത്തെ സേവനങ്ങൾ പരിഗണിച്ച് സലിം മാരാത്ത്, OM ജാബിർ എന്നിവരെ ആദരിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ, പഞ്ചായത്ത് മെമ്പർ KS ഷനിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VK ഫസലുൽ അലി, മുൻ മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, അധ്യാപകൻ ഇജാസ് അഹമ്മദ്, അമീൻ, സവിത, OM ജാബിർ, മുഹമ്മദ് മിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം GLP സ്കൂളിന് സമീപം പട്ടണത്ത് കുമാരൻ ഭാര്യ അമ്മു നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ശ്മശാനത്തിൽ നടത്തി. പരേതനായ പ്രഭാകരൻ, സുമതി, ജയൻ, രാജൻ, സത്യൻ, നളിനി, സതി എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.